നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാരുതി നെക്സ ഷോറൂമിലെ തീപിടുത്തം, സെയിൽസ് എക്സിക്യൂട്ടീവ് അറസ്റ്റ് ചെയ്തത് തെന്മല സ്വദേശി സജീറിനെ. തീവെപ്പിന് കാരണം ഷോറൂമിലെ ചില പ്രശ്നങ്ങളെന്ന് സംശയം. പാടിയിൽ 17-ന് ഓലച്ചൂട്ടുകൾ തെളിയും. തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരവും എത്തുന്നതോടെ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കം. പാടിയിൽ പണി പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ. ജനുവരി 16-ന് കുന്നത്തൂർ പാടിയിലെ ഉത്സവത്തിന് സമാപനമാവും. ബിയോണ്ട് ബൗണ്ടറീസ് കരവിരുതിൽ വിരിഞ്ഞ വിസ്മയങ്ങളുടെ പ്രദർശനത്തിന് തുടക്കം. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല തങ്ങളെന്ന് തെളിയിച്ച് ചാല ശാന്തിദീപം സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ. ധനസമാഹരണത്തിനപ്പുറം ജീവിത പാഠങ്ങളിലേക്കുള്ള വെളിച്ചമായി പ്രദർശനം മാറി. വാർത്തയിലേക്ക്. ചിറക്കര പള്ളിത്താഴയിലെ മാരുതി നെക്സ ഷോറൂമിൽ നിർത്തിയിട്ട 3 കാറുകൾക്ക് തീവെച്ച കേസിലെ പ്രതിയെ തലശ്ശേരി പോലീസ് പിടികൂടി. വയനാട് മക്കിയാട്ടെ തെറ്റാമലയിൽ പന്നിയോടൻ സജീറാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഷോറൂമിൽ തൊട്ടുള്ള യാർഡിൽ നിർത്തിയിട്ട 3 പുത്തൻ കാറുകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചിരുന്നത്. പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസിന് വിഷയം തീവയ്പാണെന്ന് അന്നേ തന്നെ സൂചന ലഭിച്ചിരുന്നു. പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാളുടെ അവ്യക്ത രൂപം കാണാനുമായി. ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലെത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പിടിയിലുള്ളത്. കുറ്റസമ്മതം നടത്തിയ യുവാവിനെ ഷോറൂമിലെത്തിച്ച് തെളിവെടുത്തു. ഷോറൂം മാനേജർ പ്രബീഷിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ നഷ്ടമാണ് 3 പുതിയ കാറുകൾ കത്തിനശിച്ചതിലൂടെ ഷോറൂമിന് നേരിട്ടത്. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും എംപാനൽ ചികിത്സ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ വിമുക്ത ഭടന്മാരും ആശ്രിതരും പയ്യാമ്പലത്തെ ECHS പോളി ക്ലിനിക്കിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കോർ കമ്മിറ്റി കൺവീനർ വത്സരാജ് മടിയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും എംപാനൽ ചികിത്സ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇതിനൊരു മാറ്റം വരാൻ നമ്മൾ ഒറ്റക്കെട്ടായി അണിചേർന്നേ പറ്റൂ. അതിന്റെ മുന്നോടിയായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എക്സർവീസ്മെൻ സംഘടനകളും ക്ലബുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ച് ഇനി മുതൽ കണ്ണൂർ ജില്ലയിൽ വിമുക്തോടന്മാർക്ക് ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും നേരിട്ട് ഈ കോർ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. മൈക്കിൾ ചാണ്ടിക്കൊല്ലിയിൽ അധ്യക്ഷത വഹിച്ചു. പയ്യരട്ട നാരായണൻ, C സുരേന്ദ്രൻ, NV തോമസ്, രാധാകൃഷ്ണൻ മാണിക്കോത്ത്, രഘുനാഥ് മാണിക്കോത്ത്, AP സുരേഷ് കുമാർ, NK മോഹനൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ 6ാമത് ജില്ലാ സമ്മേളനം നടന്നു. കണ്ണൂർ IMA ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് ഷാഹിദ് റഫീഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പുതിയ തലമുറക്ക് ഒരു പക്ഷേ തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുടെ കുറവുണ്ട് എന്നതാണ്. സർവീസിലേക്ക് കയറുമ്പോൾ ഞാൻ എങ്ങനെയാണ് സർവീസിൽ കയറിയത്, യഥാർത്ഥത്തിൽ എന്താണ് സിവിൽ സർവീസിൽ എനിക്ക് അർഹതപ്പെട്ടത്, എനിക്ക് അവകാശപ്പെട്ടത്, എനിക്കെന്താണ് യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് നിയമപരമായി ഈ സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള എന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ എന്തെങ്കിലും എനിക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ. ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജിലെ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീനി D മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജേഷ് EV, ശശിധരൻ VV, ജമീല K, മൂസ PM, തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രിയും DCC പ്രസിഡന്റുമായിരുന്ന K കുഞ്ഞമ്പുവിന്റെ 33ാം ചരമവാർഷിക ദിനത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റും KPCC വൈസ് പ്രസിഡന്റും മന്ത്രിയുമൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ധീരനായ വ്യക്തിത്വമാണ് കുഞ്ഞുമേട്ടനെന്ന് നമ്മൾ ഓർമ്മയിൽ നിർത്തുക. രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഭരണരംഗത്തും തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ രംഗത്ത്
ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തെ നയിച്ചുകൊണ്ട് ഒരു മിനിറ്റ് മൗനം സംസ്കരിക്കാം. നേതാക്കളായ NP ശ്രീധരൻ, കൂട്ടിനെഴുത്ത് വിജയൻ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, കാട്ടാമ്പളി രാമചന്ദ്രൻ, വസന്ത് പള്ളിയാമുല്ല, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരുതി നെക്സ ഷോറൂമിലെ തീപിടുത്തം, സെയിൽസ് എക്സിക്യൂട്ടീവ് അറസ്റ്റ് ചെയ്തത് തെന്മല സ്വദേശി സജീറിനെ. തീവെപ്പിന് കാരണം ഷോറൂമിലെ ചില പ്രശ്നങ്ങളെന്ന് സംശയം. പാടിയിൽ 17 ഓലച്ചൂട്ടുകൾ തെളിയും. തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരവും എത്തുന്നതോടെ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കം. പാടിയിൽ പണി പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ. ജനുവരി 16 കുന്നത്തൂർ പാടിയിലെ ഉത്സവത്തിന് സമാപനമാവും. ബിയോണ്ട് ബൗണ്ടറീസ് കരവിരുതിൽ വിരിഞ്ഞ വിസ്മയങ്ങളുടെ പ്രദർശനത്തിന് തുടക്കം. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല തങ്ങളെന്ന് തെളിയിച്ച് ചാല ശാന്തിദീപം സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ. ധനസമാഹരണത്തിനപ്പുറം ജീവിത പാഠങ്ങളിലേക്കുള്ള വെളിച്ചമായി പ്രദർശനം മാറി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഡിസംബർ 17 തുടക്കമാവും. 2025 ജനുവരി 16 വരെയാണ് ഉത്സവം. കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ വർഷത്തെ തിരുവപ്പന ഉത്സവത്തിന് ശേഷം ആൾ പ്രവേശനമില്ലാത്ത പാടിയിൽ പുല്ലും ഈറ്റിയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുര നിർമ്മിച്ചിട്ടുണ്ട്. പാടിയിൽ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങാണിത്. അടിയന്തിരക്കാർ, ചന്ദൻ, കരക്കാട്ടിടം, വാണവർ എന്നിവർക്കുള്ള സ്ഥാനിക പന്തലുകളും ഒരുക്കിയിട്ടുണ്ട്. 17 രാവിലെ മുതൽ താഴെ പൊടിക്കളത്ത് മടപ്പുരയിൽ തന്ത്രി പേർക്കിത്തില്ലത്തെ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ശുദ്ധി വാസ്തുബലി, ഭഗവതി സേവ ചടങ്ങുകൾ നടക്കും. കോമരം ഉറഞ്ഞുതുള്ളി പൈങ്കുറ്റി വെച്ച ശേഷം അഞ്ചില്ലം അടിയാന്മാർ ഇരുവശത്തും ചൂട്ടുപിടിച്ച് കളിക്കപ്പാട്ടോടുകൂടി പാടിയിൽ പ്രവേശിക്കും. വാണവർ, അടിയന്തിരക്കാർ എന്നിവരെല്ലാം പാടിയിൽ പ്രവേശിക്കുന്നത് ഈ സമയത്താണ്. തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരവും പാടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇതോടൊപ്പമാണ്. പാടിയിൽ പ്രവേശിച്ച ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധി 25, കലശപൂജ എന്നിവ നടക്കും. തുടർന്ന് അടിയന്തിരം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകും. വാണവരുടെ കങ്കാണിയറയിൽ വിളക്ക് തെളിയുന്നതോടെ അടിയന്തരം തുടങ്ങും. 17 രാത്രി മുത്തപ്പന്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളായ ബാല്യം, കൗമാരം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവയെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴിശൻ ദൈവം, തിരുവപ്പന എന്നിവ കെട്ടിയാടും. മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് ഊട്ടും വെള്ളാട്ടം, രാത്രി തിരുവപ്പന, പുലർച്ചെ വെള്ളാട്ടം എന്നിവയും ഉണ്ടാകും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലംപെറ്റ ഭഗവതിയും ഉണ്ടായിരിക്കും. ഡിസംബർ 10
വൃശ്ചികം 24-ാം തീയതി പാടിപ്പണി തുടങ്ങി. ഇന്നലെ പാടിപ്പണിയെല്ലാം തീർന്നു. മറ്റുള്ള ചടങ്ങാണ് തിരുവാഭരണം. ഒരാഴ്ച മുന്നേ സറാപ്പ് വന്നിട്ട് പണിയെല്ലാം തീർത്തു. അതിനുശേഷം ഉത്സവത്തിൻ്റെ മുന്നോടിയായി തന്ത്രി പെരുക്കത്തിലെത്ത് സുബ്രഹ്മണ്യൻ ബാൻ്റെ നേതൃത്വത്തിൽ 16-ാം തീയതി വൈകുന്നേരം ശുദ്ധി, പുണ്യാഹം, വാസുബലി എന്നിവ നടക്കും. രാവിലെ ഗണപതി യോഗം, ഉഷപൂജ, ഉച്ചപൂജ, വൈകുന്നേരം ദീപാരാധനയോട് കൂടിയിട്ട് അടിയന്തര കർമാദികൾ തുടങ്ങും. ഭക്തർക്ക് 24 മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം. ഉച്ചക്കും രാത്രിയും അന്നദാനമുണ്ട്. പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ തിരുവപ്പന തുടങ്ങി പള്ളിവേട്ടയ്ക്ക് ശേഷം കരക്കാട്ടിടം പാണ്ഡവരുമായി സംസാരിച്ചതിന് ശേഷം പുതിയ ചന്ദൻ സ്ഥാനമേൽക്കും. പുല്ലായിക്കോടി നാരായണനാണ് പുതിയ ചന്ദനായി ചുമതലയേൽക്കുക. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാർ, SK സുധാകരൻ, PK മധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. UDF നേതൃത്വത്തിലുള്ള ചക്കരക്കലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയതിനെതിരെ സഹകരണ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരക്കലിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. 150 പേർക്ക് വായ്പ കൊടുത്തു. അതിൽ മുഴുവൻ ആളുകളും കുടിശ്ശികയാണ്. കുടിശ്ശികയെന്ന് പറഞ്ഞാൽ സാധാരണ കുടിശ്ശികയല്ല, ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടേയില്ല. അങ്ങനെ ലോൺ എടുത്താൽ തിരിച്ചടക്കാൻ പോലും ഒരിക്കലും പറ്റാത്ത വിധമുള്ള ലോണല്ല അത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ വായ്പ എടുത്തത് ഉള്ളിലുള്ളവർ തന്നെയാണ്. ബിനാമി വായ്പയാണത്. അങ്ങനെയുള്ള വായ്പാ കുടിശ്ശികയിന്മേൽ സാധാരണഗതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ, നോട്ടീസ് നൽകാതെ, ആർബിട്രേഷൻ ഫയൽ ചെയ്യാതെ എങ്ങനെ ഒരു സഹകരണ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? CPM അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. VC വാമനൻ, മാമ്പറത്ത് രാജൻ, EK രാജേന്ദ്രൻ, MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വളപട്ടണത്തെ 1.5 കോടി 300 പവനം കവർച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആദരം. 25-അംഗ കണ്ണൂർ സ്ക്വാഡിനെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതിയതൊരു യൂണിറ്റാണ് ആദരിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. നിർവഹിച്ച പോലീസ് അധികാരികളെ അഭിനന്ദിക്കുക, ആദരിക്കുക എന്നത് ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ്. അവരുമായി എടുത്തു ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ പോലീസിന് ആവശ്യമായിട്ടുള്ള പോലീസ് വിഭാഗത്തിൽ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്നും 1.5 കോടി 300 പവനും കവർച്ച ചെയ്ത കേരളം ഞെട്ടിയ കവർച്ച അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേരള പോലീസിലെ 25-അംഗ കണ്ണൂർ സ്ക്വാഡിനെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതിയതൊരു യൂണിറ്റ് ആദരിച്ചത്. അങ്ങനെ ഇതിനെയൊക്കെ ഏകോപിപ്പിച്ച ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ മുന്നിൽ ഇന്നിരിക്കുന്ന ACP രത്നകുമാർ സാർ. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ആദരിക്കുന്നു. നിരവധി കേസുകൾ നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് K അബ്ദുൽസലാം ഹാജി അധ്യക്ഷത വഹിച്ചു. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കണ്ണൂർ ACP രത്നകുമാർ TK, അന്വേഷണ ചുമതല നിർവഹിച്ച വളപട്ടണം CI സുമേഷ് TP, അന്വേഷണത്തിന്റെ ഭാഗമായ മയിൽ CI സഞ്ജയ് കുമാർ PC തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. കണ്ണൂർ സ്ക്വാഡിന്റെ ഭാഗമായ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദേവസ്യ മേച്ചേരി മൊമന്റോ നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി PM അബ്ദുൾ മനാഫ്, യൂണിറ്റ് ട്രഷറർ C രവീന്ദ്രൻ, മേഖലാ രക്ഷാധികാരി T ഗോപിനാഥ്, കണ്ണൂർ മീഡിയ ക്ലബ്ബ് പ്രസിഡന്റ് P സജീവൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് CN മഹറൂഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം 17 കണ്ണൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹോട്ടൽ ബ്ലൂനിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും.
സർക്കാർ പുതുതായി നടപ്പിലാക്കിയ കെ-സ്മാർട്ട് കുറ്റമറ്റ രീതിയിലാക്കണമെന്ന് രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്ന പ്രസ്ഥാനം രൂപീകൃതമായി 6 വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 6 വർഷത്തെ പ്രവർത്തനങ്ങളിൽ കൂടി പല നേട്ടങ്ങളും നമുക്ക് പ്രത്യേകിച്ച് ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളതായ സമഗ്ര വികസന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയും മന്ത്രിതലത്തിലും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുമുള്ളതായ നല്ല രീതിയിലുള്ളതായ ചർച്ചകളും മറ്റും നടത്തിക്കൊണ്ട് നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ടത് നമ്മുടെ യൂണിറ്റ് താലൂക്ക് തലം മുതലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ യൂണിറ്റ് തലങ്ങളിൽ മുതൽ ഉള്ള റിപ്പോർട്ടുകളും അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കമ്മിറ്റികളിൽ ചർച്ച ചെയ്യും അതെത്തേണ്ട തലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൽ മുഖരിതമായതിൻ്റെ ഫലമായി വളരെ നല്ല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും നമുക്ക് കൊയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് പലതും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചെങ്കിലും പലതും നമ്മളിപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ചും നമ്മൾ ജനപക്ഷത്തുള്ളതായ പ്രയാസങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗവൺമെൻറ് തലത്തിലേക്ക് അവതരിപ്പിക്കുകയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. കെ-സ്മാർട്ട് രീതിക്ക് പുറമെ ബിൽഡിംഗ് സെസ് ഗഡുക്കളായി അടക്കാൻ അനുവദിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ അലഭ്യത, വിലവർദ്ധനവ് തടഞ്ഞു നിർത്തുക എന്നീ മുദ്രാവാക്യങ്ങളാണ് സമ്മേളനത്തിൽ ഉയർത്തിയതെന്ന് അനിൽകുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി വി സന്തോഷ്, പി അനീസ്, എ അബ്ദുൽ സലാം എന്നിവരും പങ്കെടുത്തു. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജില്ലാ പോലീസ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. MMR വാക്സിനേഷൻ ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മംസ് അഥവാ മുണ്ടിനീര് എന്ന രോഗം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ MMR വാക്സിനേഷൻ അടിയന്തരമായി വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും വാക്സിനേഷൻ അടിയന്തരമായി ആരംഭിക്കണമെന്നും കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇപ്രകാരം MMR വാക്സിനേഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിന് മുഴുവൻ പിന്തുണയും KHIO പ്രഖ്യാപിച്ചു. ആരോഗ്യവകുപ്പിൽ പുതുതായി 30 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തിക അനുവദിച്ചതിന് സർക്കാരിന് അഭിനന്ദനങ്ങളും അറിയിച്ചു. സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ നിങ്ങളുടെ തുല്യ യോഗ്യത, തുല്യ സേവനം, വേതനം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നിങ്ങളുടേതായ സുപ്രധാനമായ വർഗപരമായ വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ 1-2 വഴികളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും നിങ്ങളെപ്പോലെ സംഘടനകൾ അവരുടേതായ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നിങ്ങളുടേതായ നിരവധി സുപ്രധാനമായ കാര്യങ്ങളെ ചർച്ച ചെയ്യുകയും അവരുടെ പരിഹാരം കാരണം അതിന് നിർദ്ദേശങ്ങളുമായി സർക്കാരിനെ സമീപിക്കുകയും സ്വാഭാവികം. KHIO കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അജ്മൽ ഹസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജിമോൻ VT, ജനറൽ സെക്രട്ടറി സുരേഷ് K എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി DMO ഡോക്ടർ സച്ചിൻ KC, വിനീഷ് കുമാർ, ബെന്നി ജോർജ്, രഞ്ജിത് കുമാർ, ഷിഫ S എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കേരള പൊതുജനാരോഗ്യ നിയമത്തെക്കുറിച്ചുള്ള സെമിനാർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ P ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി രേഷ്മ, അഭിജിത്ത് SP എന്നിവരും സംസാരിച്ചു. എളിയാർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാരന്റിംഗ് പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ TP നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു. എന്നെക്കാളും നല്ല മാർക്ക് വാങ്ങിച്ച് എന്നെക്കാളും നല്ല ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ഇപ്പം വീട്ടിലെ അടുക്കളയിൽ ഒന്നും അല്ലാതെ മക്കളെയും പേരെ കുട്ടികളെ നോക്കി വെറുതെ കഴിയുന്നവരുണ്ട്. ഒരുപാട് ദുഃഖവും ഗാർഹിക പീഡനങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും മക്കളൊക്കെ ഉണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കഴിയാൻ കാരണം എൻ്റെ രക്ഷിതാക്കൾക്ക് അന്നൊരു വിഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ടും അവർക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അവർക്ക് ഞാൻ സ്വന്തം കാര്യം നിൽക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടുമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ മകൾ എന്നോട് പറഞ്ഞത്, അപ്പം എനിക്ക് അതിൻ്റെ ഒരു ബാക്കി മനസ്സിലാകുന്നത്. അവൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഉമ്മാച്ചിക്ക് ഏകദേശം 80-81 വയസ്സുണ്ട്. എന്നോട് പറയുന്നത് ഉമ്മാമയാണ് എനിക്ക് ഏറ്റവും പ്രോത്സാഹനം തരുന്നത്. അവിടെ എന്നോട് പറഞ്ഞത് ഉമ്മാമ ഒരിക്കലും നീ കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കാറില്ല, നീ എപ്പോൾ CA പാസ്സാവുക അത് ചോദിക്കാം. അവൾ പറയുന്നത് നീ എപ്പോൾ CA പാസ്സാവുക, പഠിച്ച് ഉഷാറാവണം, ഉമ്മാനേക്കാളും വലിയ ആളാവണം, വലിയ ജോലി നേടണം, വലിയ പൊസിഷനിൽ എത്തണം എന്ന് എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്നത്. എന്നെക്കാളും അവളുടെ ഉപ്പാനെക്കാളും കൂടുതലായിട്ട് പറയുന്നത് ഉമ്മാമയാണെന്ന് അവൾ പറയുന്നത്. എന്നോട് ഇന്ന് വരെ ഉമ്മാമ നീ കല്യാണം കഴിക്കാത്തത് എന്താ, 25 വയസ്സായാലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷൻ ഏതൊരു സ്ത്രീക്കോ ഏതൊരു പുരുഷനോ ഉണ്ടോ അവരുടെ മക്കൾ മാത്രമേ വലിയ രീതിയിൽ എത്തുള്ളൂ. അല്ലാത്തവരുടെ മക്കൾ എവിടെ എത്തില്ല. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ നമുക്കിങ്ങനെ വലിയ താല്പര്യം, നമുക്ക് വലിയൊരു ആഗ്രഹം വേണം, നമ്മളെ മക്കളെ കുറിച്ച് വലിയ ആഗ്രഹം വേണം. ആ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം.
സ്കൂൾ കുട്ടികളിൽ കണ്ടുവരുന്ന കുറ്റകൃത്യങ്ങൾ അതിരുവിടുകയും കുട്ടികളിൽ കുറ്റവാസന പെരുകുകയും ചെയ്യുന്നുണ്ട്. പുതിയ കാല തലമുറയിലെ നെഗറ്റീവ് ചിന്തകൾ കുട്ടികളിൽ വ്യാപിക്കുന്നു. സ്വഭാവ വൈകൃതങ്ങൾ, ശീലദോഷങ്ങൾ, തിന്മകൾ കുട്ടി സമൂഹത്തിൽ വർദ്ധിക്കുന്നു. മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ തുടങ്ങിയവരോടുള്ള സമീപനത്തിൽ അവർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറ്റ വൈകൃതം ഗുരുതരമായ രീതിയിൽ കാണപ്പെടുന്നുമുണ്ട്. അമിതമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ജീവിതത്തിന്റെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു. സർവ്വ പുരോഗതിയും ദുർബലപ്പെട്ടു പോകുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ അഭിരമിച്ച് ജീവിതത്തിന്റെ പരിശുദ്ധതയും നിർമ്മലതയും പരിഹസിക്കുകയാണ് ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്നത്. ലക്ഷ്യബോധവും കാഴ്ചപ്പാടുമില്ലാതെയുള്ള ജീവിതം ഭാവിയെ തകർക്കുന്നുമുണ്ട്. ലഹരി കണ്ണുകളിൽ മക്കൾ കുരുകുന്നു. ലഹരി, മയക്കുമരുന്ന് എന്നിവകളിലാണ് ഇന്നത്തെ കുട്ടികൾ ആനന്ദം കണ്ടെത്തുന്നത്. ഇവയൊക്കെയും ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂൾ പാരന്റിങ്ങിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു ജീവിത രീതിയുണ്ട്. ആ രീതി മാറും. സാധാരണ പിള്ളേരെയൊക്കെ 9 മണിക്ക് കെട്ടുകൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ സ്വസ്ഥം സുഖം, എല്ലാ ഏർപ്പാടും 11 മണിക്കൂർ കിടത്താം. അത് കഴിഞ്ഞ് 2 മണിക്ക് രാവിലത്തെ എടുത്ത് വീണ്ടും ചൂടാക്കി അത് തന്നെ കഴിച്ചിട്ട് വീണ്ടും ഒരു കിടത്താം. ഈ ഏർപ്പാട് പൊളിയാൻ പോവുകയാണ്. അതാണ് ടെൻഷൻ. അല്ലാണ്ട് കുട്ടി മോശമായി, കുട്ടി വന്നാൽ പ്രശ്നമാവും. ഏതുപോലെ എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ. എന്താ അനുഭവിച്ചേ? ഒന്നും അനുഭവിച്ചിട്ടില്ല. ഏത് ഓൺലൈൻ ക്ലാസ് അനുഭവിച്ചിട്ടുള്ളൂ. ഇടയ്ക്കിടെ വന്നില്ല. ഇപ്പൊ കുഞ്ഞു മാത്രമല്ല, മറ്റേ മനുഷ്യനുണ്ട്. ഇയാൾക്ക് എവിടെയും പോകാനുമില്ല, ഇയാളെ കൊണ്ട് പോകുന്നുമില്ല. രാവിലെ ഉച്ചയാകുമ്പോ ആയാ വൈകുന്നേരം ആയിട്ട് ഈ ചോദ്യം കേട്ട് അടുത്തൊരു മാനസികാവസ്ഥ നമുക്കില്ലേ? ഇതുപോലെ 10 ദിവസത്തെ സാഹചര്യത്തെ കുറിച്ച് ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. പക്ഷേ ആ 10 ദിവസത്തെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. ക്ലാസ് മുറികളിലും കുട്ടികളിലും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്കൂളിൽ ആദ്യഘട്ടത്തിൽ ഒരു പാർട്ട് ടൈം കൗൺസിലറുടെ സേവനമാണ് ലഭ്യമാക്കുന്നത്. ക്ലാസ് മുറികളിൽ പൊതുവായ അക്കാദമിക മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിക്കും. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഉറപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ് സ്കിൽ ലാബ് സ്ഥാപിക്കും. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസുകളും കൗൺസിലിംഗുകളും തുടങ്ങി നിരവധി പരിപാടികളാണ് സ്കൂൾ പാരന്റിംഗിന്റെ ഭാഗമായി ലക്ഷ്യമിടുന്നത്. സി സുഹൈൽ, കെ അബ്ദുറഹ്മാൻ, മുഹമ്മദ് ആഷിഖ് VD, PP സുബൈർ, ഷെരീഫ് തങ്കയം, MP മുഹമ്മദ് അഷ്റഫ്, സഹീറ P, ഡോക്ടർ TP അബ്ദുൽ ഖാദർ, KM കൃഷ്ണകുമാർ, പാരന്റ് റെപ്രസെന്റേറ്റീവ്സ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സിറ്റി ന്യൂസിൽ ഇനി ഒരു ഇടവേളക്കുമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരുതി നെക്സ ഷോറൂമിലെ തീപിടുത്തം, സെയിൽസ് എക്സിക്യൂട്ടീവ് അറസ്റ്റ് ചെയ്തത് തെന്മല സ്വദേശി സജീറിനെ. തീവെപ്പിന് കാരണം ഷോറൂമിലെ ചില പ്രശ്നങ്ങളെന്ന് സംശയം. പാടിയിൽ 17-ന് ഓലച്ചൂട്ടുകൾ തെളിയും. തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരവും എത്തുന്നതോടെ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കം. പാടിയിൽ പണി പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ. ജനുവരി 16-ന് കുന്നത്തൂർ പാടിയിലെ ഉത്സവത്തിന് സമാപനമാവും. ബിയോണ്ട് ബൗണ്ടറീസ് കരവിരുതിൽ വിരിഞ്ഞ വിസ്മയങ്ങളുടെ പ്രദർശനത്തിന് തുടക്കം. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല തങ്ങളെന്ന് തെളിയിച്ച് ചാല ശാന്തിദീപം സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ. ധനസമാഹരണത്തിനപ്പുറം ജീവിത പാഠങ്ങളിലേക്കുള്ള വെളിച്ചമായി പ്രദർശനം മാറി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
ഇരിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. ചാല ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡിലെ കുട്ടികൾ തങ്ങളുടെ കരവിരുതിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ചേംബർ ഹാളിൽ നടന്നു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സൂരജ് പാണയിൽ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേള ധനസമാഹരണത്തിനുള്ള വേദി എന്നതിലുപരി കുട്ടികളെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ പര്യാപ്തമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സംഘടിപ്പിച്ചത്. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കൂട്ടായ്മ അവരെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നതും വളരെ വലിയൊരു മാതൃകയാണ്, ഒരു നല്ലൊരു പ്രവർത്തനമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇങ്ങനെയുള്ള സമയത്ത് അനുഭവിക്കുന്നത് ഒരുപക്ഷെ ഈ കുട്ടികളുടെ പേരൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഈ ഒരു പ്രവർത്തനത്തിനെ നമിക്കുന്നു. എല്ലാ ആശംസകളും ഈ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിക്കും നേരുകയാണ്. പല ചാലഞ്ചസ് ചെറിയ സമയങ്ങളിൽ മനസ്സിലാക്കി ആ ചാലഞ്ചസുകൾ എത്രയോ വലിയ ചാലഞ്ചസ് ആണ് ഭാവിയിൽ ഈ കുട്ടികൾ മോർ ആൻഡ് മോർ വളർന്നു വരുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനൊക്കെ ബിസിനസ്സുകാരുടെയും പലരുടെയും കൂട്ടായ്മ ശരിയായ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജേക്കബ് സാറിനെ പോലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇത്തരത്തിലൊരു മേള സംഘടിപ്പിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഇത്തരം മേളകളിലൂടെ ലഭിക്കുന്ന ധനസഹായം എങ്ങനെ ജീവിത വരുമാന മാർഗമായി മാറ്റാം എന്നും ഇതിലൂടെ തെളിയിക്കും. കുട്ടികൾ തന്നെ സ്വയം ഉൽപ്പാദിപ്പിച്ച മെഴുകുതിരികൾ, ഫിനൈൽ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി ആവശ്യമായ പലവിധ സാധനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇത്തരം നിർമ്മിതികളിലൂടെ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താനായതായി സെക്രട്ടറി KG ബാബു പറഞ്ഞു. ഇത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇതൊക്കെ വിറ്റഴിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വരുമാനം, ഒരു നിശ്ചിത വരുമാനം ഉണ്ടാക്കി ഇവർ സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി പ്രാപ്തിയുള്ള സമൂഹത്തിൻ്റെ ഉത്തമമായിട്ടുള്ള പൗരന്മാരാക്കി വാർത്തെടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. സമൂഹത്തിനെ പരിചയപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും അതിനുള്ള കഴിവുകളുണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയാണ് അതിൻ്റെ ഉദ്ദേശം. സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റെടുക്കുന്ന നല്ലൊരു വിപണി കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ വരുമാനത്തോടു കൂടി സ്കൂളിനും അതുപോലെ അതിന് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി ജീവിതത്തിൽ ഉപകരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2005 14 കുട്ടികളും 4 അധ്യാപകരുമായി തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പോൾ 132 കുട്ടികളും 24 അധ്യാപകരുമായി ജൈത്രയാത്ര തുടരുന്നത്. പഠിക്കാൻ മാത്രമല്ല ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മിടുക്കരെന്നും കലാകായിക മേഖലകളിലും കഴിവ് തെളിയിച്ചവരാണ് എന്നുമാണ് ഇത്തരം മേളകൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ധനസമാഹരണത്തിനുള്ള വേദി എന്നതിലുപരി കുട്ടികളെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ പര്യാപ്തമാക്കുക എന്ന ഉദ്ദേശം കൂടി ബിയോണ്ട് ബൗണ്ടറീസ് എക്സിബിഷൻ പറഞ്ഞുവെക്കുന്നുണ്ട്. ചടങ്ങിൽ സെക്രട്ടറി KG ബാബു, പ്രസിഡന്റ് ബാബു കസ്തൂരി, പ്രിൻസിപ്പൽ K ജലറാണി ടീച്ചർ, FCA PJ ജേക്കബ്, ഡോക്ടർ E താഹിർ, മഹേഷ് ചന്ദ്ര ബാലിക, ഗീത, യൂനസ് N രാമചന്ദ്രൻ, രാജേഷ് R, അക്ഷയ്, വിനോദ് എളയാവൂർ, പ്രിയംവദ EV, സുനിൽകുമാർ PV, PM പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കാട് ഊർപ്പഴശ്ശിക്കാവ് UP സ്കൂളിൽ കൊയ്ത്തുത്സവം നടന്നു. സ്കൂൾ മുറ്റത്തെ 1.5 സെന്റ് സ്ഥലമാണ് സ്കൂൾ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. റിട്ടയർഡ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ജനു ആഴ്ചകണ്ടി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൃഷി ചെയ്തിരുന്ന സ്ഥലം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടപ്പോൾ സ്കൂൾ മുറ്റത്തെ അവശേഷിക്കുന്ന 1.5 സെന്റ് സ്ഥലം നെൽകൃഷിക്കായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എടക്കാട് ഊർപ്പഴശ്ശിക്കാവ് UP സ്കൂൾ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ. നെൽകൃഷിയുടെ ബാലപാഠം കുട്ടികൾ ഹൃദിസ്ഥമാക്കാൻ ഉതകുന്നതായിരുന്നു ഈ പ്രവർത്തനം. നിലം പാകപ്പെടുത്തലും വിത്തിടലും ഞാറുനടലും കളപറിക്കലും ഉൾപ്പെടെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും കുട്ടികൾ വളരെ തൽപരരായിരുന്നു. 3 മാസം നീണ്ട പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കൊയ്ത്തുത്സവം പാട്ടിന്റെ താളത്തിൽ നടന്നു. പ്രധാന അധ്യാപിക KC സിന്ധു അധ്യക്ഷത വഹിച്ചു. KK നാസർ, K ഷൈന, VK റംഷീന, PP അനുഗീത് ദാസ്, K നിമിഷ, അനുദിത് R, P ഷീജ എന്നിവർ സംസാരിച്ചു. ദക്ഷിണ റെയിൽവേ ജീവനക്കാരുടെ ട്രേഡ് യൂണിയൻ ഹിതപരിശോധനയിൽ DREU വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആഹ്ലാദ പ്രകടനം നടന്നു. റെയിൽവേ ജീവനക്കാരുടെ 5 സംഘടനകളാണ് ഹിതപരിശോധനയിൽ മത്സരിച്ചത്. ജയിക്കണമെങ്കിൽ 30% വോട്ടെങ്കിലും വേണം. DREU, SRMU എന്നീ 2 സംഘടനകൾ മാത്രമാണ് വിജയിച്ചത്. 34% വോട്ടുകളാണ് ഈ 2 സംഘടനകൾക്കും ലഭിച്ചത്.
കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വനിതാ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 12 പോയിന്റുകൾ നേടിക്കൊണ്ട് മലബാർ സിറ്റി FC ചാമ്പ്യന്മാരായി. 9 പോയിന്റുമായി കണ്ണൂർ വിമൻസ് FC 2ാം സ്ഥാനവും നേടി. 9 പോയിന്റുകളുമായി കണ്ണൂർ വിമൻസ് FC 2ാം സ്ഥാനം നേടി. ഇന്നലെ വൈകുന്നേരം ആദ്യ മത്സരത്തിൽ കണ്ണൂർ വിമൻസ് FC എതിരില്ലാത്ത 10 ഗോളുകൾക്ക് RGS വുമൺ FCയെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ മത്സരത്തിൽ മലബാർ വിമൻസ് സോക്കർ അക്കാദമി എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പയ്യന്നൂർ വിമൻസ് ഫുട്ബോൾ അക്കാദമിയാണ് തോൽപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം 3rd ഡിവിഷൻ ആദ്യ മത്സരത്തിൽ ജൂനിയർ ബ്രദേഴ്സ് ക്ലബ്ബും സീതി സാഹിദ് സോക്കർ ക്ലബ്ബും തമ്മിലായിരുന്നു മത്സരം നടന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ ബിയാട്രീസ് സ്പോർട്സ് ക്ലബ്ബും വീനസ് സ്പോർട്സ് ക്ലബ്ബും തമ്മിൽ ഏറ്റുമുട്ടി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7140, പവന് 57,120 രൂപ, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരുതി നെക്സ ഷോറൂമിലെ തീപിടുത്തം, സെയിൽസ് എക്സിക്യൂട്ടീവ് അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് തെന്മല സ്വദേശി സജീറിനെ. തീവെപ്പിന് കാരണം ഷോറൂമിലെ ചില പ്രശ്നങ്ങളെന്ന് സംശയം. പാടിയിൽ 17-ന് ഓലച്ചൂട്ടുകൾ തെളിയും. തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരവും എത്തുന്നതോടെ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കം. പാടിയിൽ പണി പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ. ജനുവരി 16-ന് കുന്നത്തൂർ പാടിയിലെ ഉത്സവത്തിന് സമാപനമാവും. ബിയോണ്ട് ബൗണ്ടറീസ് കരവിരുതിൽ വിരിഞ്ഞ വിസ്മയങ്ങളുടെ പ്രദർശനത്തിന് തുടക്കം. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല തങ്ങളെന്ന് തെളിയിച്ച് ചാല ശാന്തിദീപം സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ. ധനസമാഹരണത്തിനപ്പുറം ജീവിത പാഠങ്ങളിലേക്കുള്ള വെളിച്ചമായി പ്രദർശനം മാറി. ഇതോടെ സിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.